ഹലോ. അപ്പോൾ ഇന്ന് ചിക്കൻ കിട്ടിയപ്പോൾ മോൻ പറഞ്ഞു നമുക്കിന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചക്കുരുമുളക്, പുതിന, മല്ലിച്ചപ്പ്, ജീരകം, അതുപോലെ കരിവേപ്പിൻ്റെ ഇല, ഒരു കഷ്ണം ഇഞ്ചി, അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും ഇറച്ചിയാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ളത്. ഗ്രീൻ പെപ്പർ ചിക്കനാണ്. അപ്പം ഞാൻ ഈ ഒരു കൂട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. അപ്പം ഞാൻ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞ ശേഷം ഈ ഒരു കൂട്ട് ഞാൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് എല്ലായിടത്തും എത്തിക്കോളും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു കഷ്ണം നാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നാരങ്ങ പിഴിഞ്ഞപ്പോൾ അതിലേക്ക് കുരുക്കളൊക്കെ അതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മഞ്ഞളുപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മളിതാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചു മാഗ്നേറ്റ് ചെയ്തിട്ടോ. എന്നതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ നമ്മളതിലേക്ക് ചിക്കൻ അങ്ങനെ ഓരോ പീസായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് അതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവേ. അപ്പം അതുകൊണ്ട് കൂടുതൽ സമയം വേവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കൊന്ന് ഇടയ്ക്ക് തുറന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ സമയം നിൽക്കണ്ട, നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്കത് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അടച്ച് വെച്ചത്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ. ചിക്കൻ പെപ്പർ കൂട്ടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വെറൈറ്റി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കണം തോന്നുമ്പം കൂടുതലും ഗ്രീൻ പെപ്പറൊക്കെ യൂസ് ചെയ്യുമ്പം നല്ലൊരു ഫ്ലേവറുമാണ്, അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇന്ന് കഴിക്കാനായിട്ട് ഗ്രീൻ പെപ്പർ ചിക്കൻ, സാമ്പാർ, ചോറ്, അതുപോലെ സലാഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.